ചിന്തയ്ക്കായി വചനചിന്തയ്ക്കായി നമുക്ക് ജോൺ ചാപ്റ്റർ 7:37 and 38 പഠിക്കാം. On the last day, that great day of the feast, Jesus stood and cried out, saying, If anyone thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water. John chapter 7, verse 37 and 38. ക്രിസ്തുവിന്റെ മഹാകരമായ ഉച്ചക്കാലത്ത് യേശുവിനോട് സാധിക്കുന്നതെല്ലാം എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ഇതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവിതത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഈ വചനത്തിലൂടെ ഞങ്ങളോട് കർത്താവ് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവ് കംഫർട്ട് ചെയ്യണമേ. ഞങ്ങൾ കർത്താവ് ദാഹത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ കർത്താവ്. ഞങ്ങളുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് തുറന്നു നിൽക്കണമേ അപ്പ. ഞങ്ങൾ കർത്താവ് ഉണങ്ങിയിരിക്കുവാനല്ല കർത്താവ്, അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് കർത്താവെ, ഞങ്ങളുടെ ആവലാതിയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവ്, ഞങ്ങളുടെ ദാഹം തീർക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ തുറന്നു നിൽക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലം ജീവിച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം. ഇത് കർത്താവ് നിന്നുകൊണ്ട് ഉത്സവത്തിന്റെ മഹാദിവസത്തിൽ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പ്രസംഗത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഗോഡ് പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കർത്താവ് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്, ആത്മീയമായ ദാഹമുള്ളവർ, ഹല്ലേലൂയ, സ്തോത്രം, ആത്മീയമായി ദരിദ്രമായ അനുഭവത്തിൽ ഇരിക്കുന്നവരെ ഹല്ലേലൂയ ദൈവം ആഹ്വാനം ചെയ്യുക, എന്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ ദാഹം തീർക്കാൻ പറ്റത്തുള്ളൂ. ആത്മീയ ദാഹം തീർക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ഗോഡ് പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സന്നിധിയിൽ സമൃദ്ധിയായ ജീവനുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ അത് സമൃദ്ധിയായി നൽകുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആ ഭണ്ഡാരത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ കൈകളിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ദാഹം തീർക്കുവാൻ, നമുക്ക് കർത്താവ് അകത്ത് ബലം പകരുവാൻ എല്ലാം ആ കർത്താവ് മതിയായവനാണ്. ഗോഡ് പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്, കോരപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഗോഡ്. അപ്പോൾ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ അത്രയും തിടുക്കത്തിലാണ് ഹല്ലേലൂയ ഒരു ദൈവവചന ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ സന്തോഷിപ്പാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു ആഗ്രഹമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരികയാണെങ്കിൽ കർത്താവ് നമ്മെ ഒരുമിച്ച് നിറയ്ക്കുവാനിടയാവും. ഒരു നിറവിന്റെ അനുഭവം നമ്മുടെ മേൽ പകരുവാനിടയാവും. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത ആത്മനദിയിൽ കർത്താവ് ഇറക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ അത് കടന്നു ചെല്ലുന്നിടത്തെല്ലാം അല്ലെങ്കിൽ നമ്മളെ നിറയ്ക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണ്. നമ്മെ നിറയ്ക്കുന്നത് നരിയാണിയല്ല, മുട്ടോളവും അരയോളവും മുഴുവനുമായി നമ്മളെ നിറച്ച് അത് അക്കരയ്ക്ക് കടത്തുന്നത്, ഒരു നദിയിലൂടെ കടത്തുന്ന അനുഭവത്തിലൂടെ ആത്മാവിലാണ് നമ്മെ നിറച്ച് കൊണ്ടുപോകുന്നത്. തീരത്തെല്ലാം ഫലം കായ്ക്കുവാൻ, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് കരയ്ക്ക് വരുമ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ചലനമുണ്ടാക്കുവാനാണ് നമ്മെ നിറയ്ക്കുന്നത്. ആ ഒരു നിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകണം. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ അല്ലെങ്കിൽ കർത്താവ് പ്രസംഗിക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് അതിന്റെ ആദ്യത്തെ ഈ ചാപ്റ്റർ നമ്മൾ ഈ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന്റെ മുകളിലത്തെ തൊട്ട് മുകളിലുള്ള 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യം വായിച്ചു നോക്കാം. ജോൺ ചാപ്റ്റർ 6:66. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. ഇത് ഇതിന്റെ തൊട്ടുപുറകിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ചേർത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ടപ്പോ അനേക പുരുഷാരം യേശുവിനെ പിൻപറ്റുവാനിടയായി.
ഉപദേശം അല്പമൂടെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപദേശങ്ങളും കഠിനമായി വന്നപ്പോൾ പലരും ശിഷ്യന്മാർ പിന്മാറി പോകുവാനിടയായി. അപ്പൊ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുരുഷാര വരെ വിട്ടുപോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പത്രോസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പത്രോസ് പറയുകയാണ്, നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അപ്പോ പലരും നമ്മുടെ ഈ ലോകത്തിൽ നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതൊക്കെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ കൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുമ്പോൾ പല ടെസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ വന്നു. പല ആളുകളും പല കാര്യങ്ങളും ചോദിച്ചു. പക്ഷെ എങ്കിലും നമ്മുടെ കർത്താവിന്റെ ആ വചനത്തിന്റെ മാധുര്യം, അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങൾ, തേനും തേൻകട്ടയിലും മധുരമായ ദൈവത്തിന്റെ വചനം, അല്ലെ നിത്യ ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ ഗ്രഹിച്ചപ്പോൾ ആ ദൈവത്തേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ദൈവം കൃപ പകരുവാനിടയായി. അതാണ് നമ്മുടെ ദൈവകൃപയിൽ നിർത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് പറയുന്നത്, ഞങ്ങൾ വിശ്വസിച്ചു അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വന്നത് കർത്താവിനെ നമ്മളോട് കൂടുതൽ അടുത്തറിയുവാനായിട്ടാണ് കടന്നു വന്നത്. അങ്ങനെ കർത്താവിനെ കൂടുതൽ അറിയുന്നവർക്കാണ് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ രുചിച്ചറിയാത്ത കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിയാൻ പറ്റാതെ നിന്നാൽ നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വാഞ്ചയോടെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദാഹത്തോടെ ദൈവസന്നിധിയിൽ ഓടി വരുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഏഴാമത്തെ അധ്യായം 1-ാം വാക്യം വായിക്കാം. അതിനുശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ടു യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ കർത്താവ് ഈ നമ്മുടെ നിത്യജീവന്റെ മൊഴികൾ പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ ഇതിലേക്ക് ജനത്തെ ആകർഷിച്ച് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ, ജനം പിന്മാറി ഓടുന്ന മധ്യത്തിൽ ഇവിടെ പ്രതിസന്ധി വരികയാണ്. പ്രതിസന്ധി കൊണ്ടുവരുന്ന കർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലുവാൻ അല്ലെങ്കിൽ ആലോചന കഴിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ. അത് മാത്രമല്ല, അതിന്റെ 3-ാം വാക്യം 3 തൊട്ട് 5 വരെ വായിക്കും. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തി നിന്റെ ശിഷ്യന്മാരും കാണാനാണ് ഇവിടം വിട്ടു യഹൂദയിലേക്ക് പോകാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിനെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ചോദിക്കുന്നത്, അവിടെ സഹോദരന്മാർ പോലും അവിടെ വിശ്വസിച്ചില്ലെന്നാണ്. ആ സാഹചര്യത്തിൽ വിശ്വസിച്ചില്ല. നമ്മുടെ ഒരമ്മയിൽ നിന്ന് തന്നെ ജനിച്ച ഒരമ്മയുടെ 2 മക്കളായി ഒരു ഉദരത്തിൽ ഇരട്ടകളായി പിറന്നതാണ് അല്ലെങ്കിൽ യാക്കോബും ഏശാവും. എന്നാൽ ഏശാവിനെ തള്ളി യാക്കോബ് ദൈവകൃപ പ്രാപിച്ച് ശക്തമായി അല്ലെങ്കിൽ ഇസ്രായേലായി ദൈവം ഉപയോഗിക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോ ഒരമ്മയിൽ നിന്ന് തന്നെ ജനിച്ചതാണ്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിസ്സാരമായി ഏശാവ് തള്ളിക്കളഞ്ഞപ്പോൾ യാക്കോബ് അത് മുറുകെ പിടിക്കുവാനിടയായി. അപ്പോ ഇവിടെ നമ്മൾ തന്നെ എന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ കൃപയാൽ ദൈവം എന്നെ രക്ഷിക്കുവാനിടയായി. മറ്റുള്ളവരോട് ഇത് പറഞ്ഞാൽ, മാതാപിതാക്കളോട് പറഞ്ഞാൽ അവരിത് സ്വീകരിക്കുവാനിടയാകുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അവരുടെ സഹോദരനും വിശ്വസിച്ചില്ല. പിന്നീട് യൂദയൊക്കെ ലേഖനം എഴുതുന്നുണ്ട്, യാക്കോബ് ലേഖനം എഴുതുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവർ പറയുന്നത്, പ്രസിദ്ധനാകുന്നുവെങ്കിൽ കടന്നുപോയി പ്രസിദ്ധപ്പെടുത്തുവിൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിൽ പ്രസിദ്ധമാക്കുവാനെല്ലാം ഒരു സമയം വെച്ചിട്ടുണ്ട്. 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകർത്താൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതുകൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോവുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ടു ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. ഇവിടെ എല്ലാറ്റിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ കടന്നു വന്നെങ്കിലും അവർക്കത് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പിതാവ് അനുവദിച്ച സമയമായിട്ടില്ല. നമുക്കെല്ലാവർക്കും കൃപ പ്രാപിക്കാനൊരു സമയം, സ്നാനപ്പെടാനൊരു സമയം, വിവാഹം കഴിക്കാനൊരു സമയം, ഭവനം വാങ്ങിക്കാനൊരു സമയം, എല്ലാത്തിനും ദൈവം ഒരു അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം കൊണ്ടുവരും. ആ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാനുള്ള സമയം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് സ്ഥലത്ത്
നമ്മൾ എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ എവിടെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എവിടെ ഏത് കൂട്ടായ്മയിൽ കടന്നു പോകണം, ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിനോടാണ്. ദൈവത്തിന്റെ സമയത്ത് ദൈവം അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളുകളെ ദൈവം അല്ലെങ്കിൽ സഭയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളോട് കണക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സ്വന്തം അതെല്ലാം അപ്പോയിന്റഡ് ആയിട്ടുള്ള സമയത്ത് ദൈവം അത് അതിൻ്റെതായ പ്രവൃത്തികൾ ദൈവം ചെയ്യും. ദൈവത്തിന്റെ സമയത്ത് നാം അല്ലെങ്കിൽ സ്വത്രം ദൈവസ്ഥലത്തിൽ നാം ജാഗരിച്ച് പ്രാർത്ഥിച്ചാൽ അത് സമയത്ത് കൊണ്ടുവരുവാനിടയാകും. അല്ലെങ്കിൽ ദൈവം ഒരു വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ട്. ഇന്ന് സിസ്റ്റർ പറയുവാനിടയായി, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാപിക്കുവാൻ നമ്മളത് ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ആ അപ്പോയിന്റഡ് ആയിട്ടുള്ള സമയത്ത് ദൈവം അതിലേക്ക് കൊണ്ടുവരുവാനിടയാവും. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് നിന്ന് കടന്നു വന്നാൽ അല്ലെങ്കിൽ ആ സ്തോത്രം അത് അതിന്റെ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തിയിൽ വ്യാപരിക്കുമ്പോൾ, പ്രാർത്ഥന വിഷയത്തിൽ വ്യാപരിക്കുമ്പോൾ, വാഗ്ദത്തത്തിന് മേൽ വ്യാപരിക്കുമ്പോൾ ദൈവം അത് അത്ഭുതമാക്കി കൊണ്ടുവരും. അതിന്റെ മുഖാന്തരമാണ് പ്രാർത്ഥന. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന്റെ തക്ക സമയത്ത് എന്റെ കുഞ്ഞുങ്ങളെ സന്ദർശിക്കണമേ, അല്ലെങ്കിൽ സഭയെ സന്ദർശിക്കണമേ, അവരുടെ മയക്കം മാറുവാൻ, അവർക്കൊരു ദാഹം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം അതിന്റെ ദാഹം ദൈവം കൊടുക്കും. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മേൽ പരിവർത്തിക്കാനിടയാവും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. അതിന് വേഗത കൂട്ടും. ഈ ദർശനവും അല്ലെങ്കിൽ നമ്മൾ കേട്ട വാഗ്ദത്തവും ദൈവത്തിന്റെ സമയവും അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ സ്വന്തം വേഗത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാലാണ് കൂടുതൽ അടുത്തു വരുന്നത്. നാം ഒരുങ്ങി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് വേഗത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കാത്തിരുന്ന് പ്രാപിപ്പീൻ, കാത്തിരുന്ന് പ്രാപിപ്പീൻ. അതിന് 10 ദിവസം കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി. അല്ലെങ്കിൽ അവർക്ക് വലിയ ദാഹത്തോടെ കാത്തിരിക്കാനിടയായി. നാം കാത്തിരുന്ന് പ്രാപിക്കുമെങ്കിൽ, കാത്തിരിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുവാനിടയാകും. അതെപ്പോഴാണ് ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും. നമ്മൾ അതിനൊന്നും പറയാറുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്റെ സഭയെ അല്ലെങ്കിൽ ആ സ്വന്തം ദൈവത്തിന്റെ സഭയെ അല്ലെങ്കിൽ ദൈവം പരിപാലിക്കും, ദൈവം വളർത്തും. അല്ലെങ്കിൽ നമ്മൾ ലക്ഷിച്ചു പോവുകയില്ല. എന്റെ ദൈവത്താൽ വളർത്തപ്പെടും. അല്ലെങ്കിൽ ദൈവമാണ് വളർത്തുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് വളർത്തും. അല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം ഇവിടെ സമയം അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ സമയത്തെ കുറിച്ച് നോക്കുമ്പോൾ യോന അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് തണല് പറ്റി അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഓട്ടി ചൂടടിക്കാതെ അല്ലെങ്കിൽ സ്തോത്രം ടെന്റൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോൾ ഒരു രാത്രി കൊണ്ട് ഒരു ആവണക്ക് മുളച്ചു വരുവാനിടയായി. അത് ദൈവത്തിന്റെ സമയമാണ്. യോനയെ പഠിപ്പിക്കുവാനായിരുന്നെങ്കിലും തക്ക സമയത്ത് അല്ലെങ്കിൽ ആ സ്തോത്രം അവിടെ ഒരു വളർച്ച അത് സംഭവിക്കാനിടയായി. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു വലിയ ചെടി അല്ലെങ്കിൽ വളരുമാറാക്കുന്ന സർവശക്തനായ ദൈവമാണ് ദൈവം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിപ്പാനിടയാകും. അല്ലെങ്കിൽ യോനയെ അത് ഒരു ലെസൺ പഠിപ്പിക്കുവാനായിരുന്നു എങ്കിലും ഒറ്റ രാത്രി കൊണ്ട് ഒരു ചെറിയ നിമിഷം കൊണ്ട് ഒരു ചെടി ഉണ്ടാക്കി അവിടെ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. അഹറോന്റെ വടി തളുത്ത് പൂക്കുവാനിടയായി. അല്ലെങ്കിൽ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വടി വെട്ടി വെച്ചു. എല്ലാ ഗോത്രങ്ങൾക്കും ഓരോ ഗോത്ര സംഖ്യക്കൊത്തവണ്ണം വടികൾ വെട്ടി. അഹറോനും ഒരു വടി വെട്ടി. അഹറോനുള്ളത് വേറെ വടിവെട്ടി മാറ്റിവെച്ചു. എന്നാൽ അത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് വടിവെട്ടി വെച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അതിനെ പൂക്കിച്ച് കാപ്പിച്ച് അല്ലെങ്കിൽ സ്തോത്രം കായുണ്ടാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം നാം ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഇരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഫലവത്താക്കി തീർക്കും. അതിന് വലിയ ദാഹമാണ് നമുക്ക് വേണ്ടത്. അതിന് ദൈവം അതിനെ ഫലവത്താക്കി തീർക്കുന്ന അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിന്റെ നടുവിൽ നിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദൈവമാണ് നിറയ്ക്കുന്നത്, ദൈവമാണ് പൂക്കുന്നത്, കയ്പിക്കുന്നത്. അതിന് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അതെല്ലാം സംഭവിക്കുമാണോ? വേരറ്റ് പോയാലും അതിന് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഗുണമൊട്ടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെല്ലാം കൈവിട്ടു പോയി തോന്നുന്ന സ്ഥാനത്ത് അതിന് നമുക്കൊരു ദാഹമുണ്ടെങ്കിൽ അതിന് ദൈവം അതിനെ പരിവർത്തിക്കാനിടയാകും. ദൈവം അതിനെ പ്രവർത്തിക്കാനിടയാകും. ദൈവം അത് കൽപ്പിക്കുവാനാകും. അതിന് ദൈവം സ്തോത്രം അത് ഫലം കൊണ്ടുവരുന്ന ദൈവമാണ്. അത് നെഹമ്യാവ് അതിന് മതിൽ പണിയാൻ ആഗ്രഹിച്ചു. 52 ദിവസം കൊണ്ട് മതിലിന്റെ പണി പൂർത്തിയാക്കി. അതിന്റെ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിൽ തന്നെയാണ് പണിതെടുത്തതെങ്കിൽ അതിന്റെ സ്തോത്രം അതിന്റെ ചുറ്റും വെല്ലുവിളിക്കുന്ന അതിന്റെ സ്തോത്രം അതിന് ഒരു കൂട്ടം ജനമുണ്ടെങ്കിലും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അതിന്റെ പുറത്തുനിന്ന് നോക്കുന്ന വെല്ലുവിളിക്കുന്നതെങ്കിലും അതിന്റെ പുറത്തുപാട് എന്റെ ദൈവത്താൽ സംഭവിക്കും. എന്റെ ദൈവത്താൽ പണിയപ്പെടും എന്നുള്ള
വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന്റെ ദൈവം അതിന്റെ ഫലത്തിലേക്ക് കൊണ്ടുവരും, അതിനെ അതിശയമാക്കി തീർക്കും. അതിന്റെ ശത്രുവിനെ കോട്ടകൾ അടയ്പ്പാൻ, അതിന്റെ വെല്ലുവിളികളെ തകർക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരുവാനിടയാകും. അതിനെ അതിനെ ദൈവമാണ് പരിവർത്തിക്കുന്നത്. ദൈവ സാന്നിധ്യം വ്യാപരിച്ചാൽ നമ്മുടെ ദർശനത്തിന് മേൽ ദൈവ സാന്നിധ്യം വ്യാപരിച്ചാൽ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് കൊണ്ടുവരും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വ്യാപരിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ സമയത്ത് ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അല്ലെങ്കിൽ അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരുമെന്നാണ്. അല്ലെങ്കിൽ മറ്റു പക്ഷികൾ പറക്കുന്നത് പോലെ സ്തോത്രം കഴുകൻ പറക്കുന്നത് കഴുകന്റെ പറക്കൽ നോക്കി പഠിച്ചാൽ, നമ്മുടെ ഡോക്യുമെന്ററി ഒക്കെ നോക്കി പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കാണും പഠിക്കുകയും ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ സ്തോത്രം പെട്ടെന്ന് ഇങ്ങനെ കാറ്റിനനുസരിച്ച് അവനെ ചിറകിനെ ചെരിച്ചിട്ട് ഒരു പോക്കാണ്, ഒരു പെട്ടെന്ന് ഒരു നൂട്ടിലൊരു പോക്കാണ്. മറ്റു പക്ഷികളെ പോലെ അല്ല സ്തോത്രം. എന്നാൽ ഉയരത്തിലേക്ക് പറക്കുന്നത് കാറ്റിനനുസരിച്ച് കാറ്റിൽ അവർ കയറി മുകളിലേക്ക് പറക്കും. സ്തോത്രം ഒരു ദൈവമൈതൽ ചെയ്യും. അതിന്റെ ജീവിതത്തിലുള്ള ഉയർച്ച, അതിന്റെ ദൈവസ്ഥലം നാം താണ്ടുമുഴങ്ങാൻ മടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ദൈവസ്ഥലം നമ്മുടെ ദൃഷ്ടി അതിന്റെ ഉയരത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ച് ദാവീദ് പറഞ്ഞതുപോലെ എന്റെ സഹായം സ്വർഗത്തിൽ നിന്ന് വരും. സ്തോത്രം സൈന്യമില്ലാഞ്ഞിട്ടല്ല, അവന്റെ കയ്യിൽ ഒന്നും സ്തോത്രം അധികാരമില്ലാഞ്ഞിട്ടല്ല, എങ്കിലും സ്തോത്രം കൈകൾ വളർത്തിക്കൊണ്ട് ദൈവസന്നിധിയുടെ സഹായം സ്വർഗത്തിൽ നിന്ന് വരും. അത് തന്നെ നമ്മുടെ സ്തോത്രം ദൈവത്തിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അവനിലേക്ക് നോക്കുക, കർത്താവിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉയരത്തിൽ സ്തോത്രം വൻ കാര്യങ്ങൾ കാണുവാൻ ദൈവം നാം ക്ഷീണിച്ചു പോകാൻ നിൽപ്പാൻ, നാം അധികം ഓടുവാൻ, നാം അധ്വാനിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകുവാനിടയാകും. അതിൽ നാം ചിറകടിച്ച് മറക്കുവാൻ തക്കവണ്ണം അതിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുവാനിടയാകും. ദൈവം തന്റെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതിൽ അതിന്റെ 7-12 വാക്യം ജോൺ ചാപ്റ്റർ 7 അവനെ കുറിച്ച് വളരെ കുശുശുക്കുണ്ടായി. അവൻ നല്ലവരുടെ ചിലരും അല്ല, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു മറ്റൊരു ചിലരും പറഞ്ഞു. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സ്തോത്രം ആ കർത്താവിനെ കുറിച്ച് 2 വർഷം പടവരികയാണ്. കുശുകുശുപ്പ് ദൈവം ഇഷ്ടപ്പെടാത്തതാണ് പിറുവിറുപ്പും കുശുകുശുപ്പും. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ പിറുവിറുന്ന് പറയും, നമ്മൾ അറിയാതെ പറയും, നമ്മുടെ കോപത്തിൽ നമ്മൾ അറിയാതെ പറയും. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, തന്റെ ഈ ഇസ്രായേൽ ജനത്തെ തന്റെ മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തിയപ്പോൾ, ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നടത്തിയപ്പോൾ അവർ പിറുവിറുക്കാനിടയായി. ദൈവം ആ പിറുവിറുപ്പിൽ അവരെ സ്തോത്രം ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സ്തോത്രം ഇന്ന് പറയാനിടയായി നമ്മുടെ ഏത് പാട്ട് ഇന്നലെ ദേവദാസൻ സ്തോത്രം ബൈബിൾ സ്റ്റഡിയിൽ പറയാനിടയായി നമ്മൾ ഏത് പാട്ട് പാടുന്നു, നമ്മൾ ഏത് പാട്ട് കേൾക്കുന്നു, സ്തോത്രം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്യുന്നു. സ്തോത്രം നമ്മുടെ സ്തുതികളാലും സ്തോത്രങ്ങളാലും നമ്മുടെ ഹൃദയത്തെ സ്തോത്രം നിറയ്ക്കുന്നുവെങ്കിൽ സ്തോത്രം അതിനം നമ്മുടെ ഉള്ളം അതിൽ എന്ത് നിറഞ്ഞു കവിയുന്നോ അതേ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്ത് സംഭരിച്ചു വെക്കുന്നോ അതേ നമ്മുടെ പുറത്തേക്ക് കടന്നു വരുള്ളൂ. എന്ത് കേൾക്കുന്നു, ആരോട് ഇടപെടുന്നു, ആരോട് എങ്ങനെ രീതിയിൽ സംസാരിക്കുന്നു, അത് തന്നെ നമ്മുടെ വായിൽ കൂടെ വളർന്നു വരും. നമ്മുടെ പുറത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ കൂട്ടുകെട്ടിൽ പൊട്ടച്ചലും കളിവാക്കുമെല്ലാം പറഞ്ഞത് അത് തന്നെ വായിക്കൂടെ വരും, അതിൽ തന്നെ രസിക്കും. പക്ഷെ അതെല്ലാം വിട്ടുപോയി സ്തോത്രത്താൽ ഹല്ലേലൂയയോടെ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മളെല്ലാം നാവിൽ ദൈവം ആ കൃപ പകർന്നു. ആ കൃപ നാർപ്പോടെ ആണിക്കൽ കയറ്റും. അതുകൂടെയാണ് നമ്മൾ പണിത ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നത് സ്തോത്ര സ്തുതികളാണ്. എന്നത് പറയാനിടയായല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളൊക്കെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരോടുമായിട്ട് ബന്ധപ്പെടുന്നു, ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എഫക്ട് ചെയ്യും. കർത്താവിനെ കുറിച്ച് പിറുപിറുക്കുവാനിടയാണ്. സ്തോത്രം ഇന്നും കൂട്ടായ്മയിൽ വന്ന സ്തോത്രം ഒരു 2 വർഷം എപ്പോഴും ഉണ്ട്. സ്തോത്രം നമ്മൾ പൊതുവായിട്ടുള്ള ചർച്ചകളിലാണ് സ്തോത്രം പൊതുവായിട്ടുള്ള കാര്യം പറയുന്നത് പഠിക്കാത്തുള്ള കാര്യമല്ല. സ്തോത്രം ഒരു മീറ്റിംഗ് ആണ് 2 വർഷം ഉണ്ടാവും. സ്തോത്രം എന്നാൽ അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്നത് സ്തോത്രം
ഇവിടെ അല്ലെങ്കിൽ പലരും മറ്റു പലരും നല്ലത് പുരുഷാർത്ഥ പറ്റി അവർ നല്ലവനെന്ന് ചിലരും അല്ല നല്ലവരെന്നും പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ ഒരു കൂട്ടം ജനം അംഗീകരിച്ചപ്പോൾ ഒരു കൂട്ടം പെറുപെറുത്ത് മാറി നിന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 14-ാം വാക്യം. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യം അവിടെ ഉണ്ടായി. ഹല്ലേലൂയ. സഹോദരൻ ഇന്ന് പറയുവാനിടയായി ഹല്ലേലൂയ. ജ്ഞാനം കുറവാണെങ്കിലും ദൈവം ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ ദൈവം അവരെ ഉയർത്തുവാനിടയാവും. അല്ലെങ്കിൽ കഴിവിലല്ല ദൈവം ഉയർത്തുന്നത്, ആത്മസാന്നിധ്യത്തിലാണ്. ദൈവം ദാഹിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. സമർപ്പണത്തിന്റെ നടുവിലാണ് ദൈവം ഉപയോഗിക്കുന്നത്. നമ്മൾ എത്രത്തോളം സമർപ്പിതരാണോ ആ ദൈവം നമ്മുടെ സമർപ്പണത്തെ കണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഡെഡിക്കേഷൻ കണ്ട് നാം വിശ്വസ്തരായിരിക്കും. അല്പത്തിൽ വിശ്വസ്തരായിരിക്കും, അധികത്തിൽ വിചാരകരാക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അല്പമേ ഉള്ളൂ, അത് ദൈവസ്ഥനെ സമർപ്പിച്ചാൽ മതി. എന്റെ കർത്താവേ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. ചുറ്റുവട്ടം കൃപ ജ്വലിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചാൽ അത്യന്ത ശക്തിയാൽ ഹല്ലേലൂയ സ്തോത്രം അടയാളങ്ങളും അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും നടന്നാൽ ഹല്ലേലൂയ ജനം ചോദ്യം ചെയ്യാൻ ഇവൻ എവിടെ നിന്ന്, ഇവന്റെ വിദ്യാഭ്യാസവും ഇവന്റെ ക്വാളിറ്റിയും ഒന്നുമില്ലല്ലോ എന്ന് പറയത്തക്ക നിലയാണ് പ്രവർത്തനം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ പത്രോസിനെ ഉപയോഗിച്ചില്ലേ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടാൽ ഹല്ലേലൂയ സ്തോത്രം ഇവർ പഠിപ്പില്ലാത്തവരെന്നാണ് ലോകം പറഞ്ഞത്. എങ്കിലും ഉടൻ തന്നെ സൗഖ്യം കണ്ടിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരെല്ലാം സംഭ്രമം പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വിദ്യാഭ്യാസമല്ല വലുത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ വിദ്യാഭ്യാസം വേണം, പരിജ്ഞാനത്തിന് വേണ്ടി അതെല്ലാം വേണം. അതെല്ലാം ചേർന്ന് വരുമ്പോൾ ഹല്ലേലൂയ ദൈവകൃപയും വിദ്യാഭ്യാസവും എല്ലാം കൂടെ ചേർന്ന് അതിന് മുകളിൽ നിൽക്കുന്നതാണ് ദൈവകൃപ. ഹല്ലേലൂയ ആവശ്യമായ പരിജ്ഞാനത്തോടെ ചെയ്യുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. 30-ാം വാക്യം 25-ാം വാക്യം വായിച്ചു. യെരൂശലേമിൽ ചിലർ കൊല്ലുവാൻ അന്വേഷിക്കുന്നു. ഇവൻ അല്ലയോ, അവൻ ധൈര്യത്തോട് സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല. കണ്ടോ. ഇപ്പൊ ഇവര് കർത്താവ് പെരുന്നാളിന് ആദ്യം സഹോദരന്മാർ പറഞ്ഞപ്പോഴും പോയില്ല. എങ്കിലും അതിന്റെ 10-ാം വാക്യത്തിലുണ്ട് അവൻ പെരുന്നാളിന് പോയ ശേഷം അവരെല്ലാം തന്റെ സഹോദരന്മാരെല്ലാം പോയതിനു ശേഷം പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ പോയി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രഹസ്യത്തിൽ തന്നെ പോയി. പെരുന്നാൾ നടക്കുന്ന അതിന്റെ മധ്യത്തിൽ കർത്താവ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ കൊല്ലുവാനാണ് ജനക്കൂട്ടം പിറുപിറുത്ത് മാറി നിന്ന് കർത്താവ് സഹോദരൻ പറയും. എങ്കിലും ഹല്ലേലൂയ ശക്തിയോടെ ധൈര്യത്തോടെ സംസാരിക്കാനിടയായി. ഹല്ലേലൂയ ദൈവം കർത്താവായ യേശുക്രിസ്തു മാനവരാശിയെ ഭയപ്പെട്ടിട്ടല്ല ഒരു പദ്ധതി ചെയ്തത്. അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ഏത് വിധത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള എല്ലാ ശക്തിയും ബലവും കൃപയും എല്ലാം നമ്മുടെ മേൽ ദൈവം തരും. അല്ലെങ്കിൽ ശത്രുവിനെ ഒതുക്കിക്കളയാത്ത വണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവം ഹല്ലേലൂയ സ്തോത്രം സമയത്തിന് മുമ്പേ ശത്രുവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സമയത്തിന് മുമ്പേ അല്ലെങ്കിൽ ശത്രുവിന് ഒരു പദ്ധതിയും ചെയ്യാൻ പറ്റത്തില്ല. ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് അവർ കണ്ട് അല്ലെങ്കിൽ അവർ കർത്താവിന്റെ ധൈര്യം കണ്ട് അവർ നോക്കി നിൽക്കുകയായിരുന്നു. അതെല്ലാം കേട്ടു വചനം. ഹല്ലേലൂയ സ്തോത്രം. നാം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നുവെങ്കിൽ, നാം ധൈര്യത്തോടെ മറ്റുള്ളവർ സുവിശേഷം പറയുന്നുവെങ്കിൽ അവര് അധികാരത്തോടെയാണ് കടന്നു വരുന്നത്. അവര് ഹല്ലേലൂയ ശ്രദ്ധയോടെ ഇവര് പ്രാപിച്ച കൃപ എന്തെന്ന് അത് ശ്രദ്ധയോടെ കേൾപ്പാൻ തക്കവണ്ണം ഈ കൃപ എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കും, ശക്തീകരിക്കും. ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 30-ാം വാക്യം. അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം പിടിക്കുവാൻ ആ സമയമാകാത്തതിന് മുമ്പ് നമ്മൾ ചിന്തിക്കാനിടയായി. സമയത്തിന് മുമ്പ് ഒന്നും ചെയ്യുവാൻ ശത്രുവിന് സാധ്യമല്ല. പത്രോസ് വലിയ കാര്യമൊക്കെ പറഞ്ഞു, എങ്കിലും ഞാൻ കൂടെ നിൽക്കുമെല്ലാം പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഞാൻ പാറ്റിക്കളയാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഗ്ലോറി വിട്ടുകൊടുക്കാതെ നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലഹീനരാണ് മനുഷ്യർ. നമ്മുടെ ഹല്ലേലൂയ ശത്രു പാറ്റിക്കളയുവാൻ പലവട്ടം അനുവാദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെ പാറ്റിക്കളയാതെ നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്.
ഇവിടെ ശത്രു കടന്നു പിടിക്കാത്തത് പിതാവിന്റെ സമയത്ത് അല്ലാതെ യേശുവിനെ പിടിക്കുവാൻ അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഹല്ലേലൂയ ശുശ്രൂഷ നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൈവം ഒരു ആയുസ് നിയന്ത്രിച്ചിരിക്കുന്നുവെങ്കിൽ ശത്രുവിന് ആയുസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന് ആയുസിനെ എടുക്കാനായിട്ട് ദുഷ്ടന് അവകാശമില്ല. അല്ലെങ്കിൽ പ്രൈസിലോ അല്ലെങ്കിൽ ദൈവം അതിനായുഷ്മാന കൃപ അല്ലെ പാറ്റിക്കളയാതെ സൂക്ഷിപ്പാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകുവാനിടയാവും. അല്ലെങ്കിൽ സ്വന്തം പാടിയ പാട്ടുപോലെ അല്ലെങ്കിൽ നന്മ അല്ലെങ്കിൽ ചെയ്യുവാൻ നന്മ അല്ലെങ്കിൽ സ്വന്തം തിന്മ തൊടുകയില്ല, നന്മ പ്രാപിക്കും നിശ്ചയം. അല്ലെങ്കിൽ പ്രൈസിലോ തിന്മ തൊടാതെ നന്മ പ്രാപിക്കാൻ അല്ലെങ്കിൽ സ്വന്തം പാടിയ പാട്ടുപോലെ ദൈവത്തിന് അല്ലെങ്കിൽ ഓളങ്ങൾ അനേകം കടന്നു വരും. എന്നാൽ അതിനിട്ട് സൂക്ഷിക്കുന്ന ആ കർത്താവാണ് നമ്മുടെ കർത്താവ്. അല്ലെങ്കിൽ ഓളങ്ങൾ അല്ലെങ്കിൽ ഒന്നിനു പുറകെ കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ തലയ്ക്കൂടെ വെള്ളം കടന്നു പോകുന്ന ആ ഒരു അനുഭവമായെങ്കിൽ നമ്മൾ നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എങ്ങനെ നിൽക്കും? കർത്താവിന്റെ കൃപയാൽ നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ പ്രൈസിലോ കർത്താവ് അനുവദിക്കാതെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ പ്രൈസിലോ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രൈസിലോ യോഹന്നാനെ ഹല്ലേലൂയ സ്തോത്രം പത്മോസിലേക്ക് നാടുകടത്തി. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ കരം ദൈവ സാന്നിധ്യമോടെ ഇറങ്ങി വരുവാനിടയായി. ഞാൻ ആദ്യനും അന്തിനുമാകുന്നു എന്ന്, ഞാൻ മരിച്ചവനായിരുന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെ ബലപ്പെടുത്തുവാനിടയായി. വെളിപ്പാട് അല്ലെങ്കിൽ പുസ്തകം അല്ലെങ്കിൽ എഴുതുവാനുള്ള ദൈവകൃപ അവിടുന്ന് നൽകുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. നാം തളർന്നു പോകാതെ, നാം വാടിപ്പോകാതെ നിൽപ്പാൻ, നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ ഒറ്റപ്പെടുന്ന മേഖലയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആത്മാവിൽ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ നാം തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ മോശയെ കുറിച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ മുൾപ്പടർപ്പിന് നടുവിൽ ഹല്ലേലൂയ മുൾപ്പടർപ്പ് കത്തുന്നതായി കാണുവാനിടയായി. ഹല്ലേലൂയ മോശയിലേക്ക് നടന്നെടുത്തുവാനിടയായി. ഹല്ലേലൂയ ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ മുള്ളും പരക്കാരെയും ലോകത്തിൽ കടന്നു വരിക. മുള്ളും പരക്കാരെ ആർക്കും വേണ്ട, ഹല്ലേലൂയ ആർക്കും വേണ്ടാത്ത മുൾപ്പടർപ്പ് ഹല്ലേലൂയ സ്തോത്രം കത്തുവാനിടയായി. എന്തിനു വേണ്ടിയാ? മുൾപ്പടർപ്പിനകത്ത് തന്നെ കത്തുന്നത്. ഹല്ലേലൂയ ആർക്കും വേണ്ടെന്ന് ലോകം പറഞ്ഞെങ്കിലും അതിന്റെ അകത്ത് കത്തുന്ന ആ സ്തോത്രം മുൾപ്പടർപ്പ് ചാരമാകാത്ത നിന്നുകൊണ്ട് അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു മോശയിലേക്ക് ആകർഷിപ്പാൻ അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത ആ മുൾപ്പടർപ്പ് കത്തുവാനിടയായി. അല്ലെങ്കിൽ ലോകം പറയുന്ന ഒരു യോഗ്യതയുമില്ലെന്ന് പറയുന്ന നമ്മെ അല്ലെങ്കിൽ സ്തോത്രം ആത്മാവിന്റെ സാന്നിധ്യത്താൽ അകത്ത് കത്തുവാൻ ആത്മാവ് നിറയപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രൈസിലോ അല്ലെങ്കിൽ ലോകം പോഷകമെന്ന് പറയുന്നുവെങ്കിൽ ബഹു കഷ്ടങ്ങളാൽ ഞെരുങ്ങി പോകാതെ അല്ലെങ്കിൽ ബഹു കഷ്ടങ്ങളാലും അല്ലെങ്കിൽ പട്ടിണിയാലും അല്ലെങ്കിൽ സ്തോത്രം ബഹു കഷ്ടങ്ങളാൽ വാടിപ്പോകാതെ ഒരു ഭക്തൻ നിൽക്കുന്നത് കാണുമ്പോൾ ഇതെന്ത്, ഇതിന്റെ പുറകിൽ എന്ത് എന്ന് ഓടി വരുന്ന ഹല്ലേലൂയ സ്തോത്രത്തിന്റെ നിലയിൽ അല്ലെങ്കിൽ ആവശ്യമായി അടുത്തു വരുന്ന ഓരോ പ്രൈസിലോ അതിനുവേണ്ടി അല്ലെങ്കിൽ ഒരുക്കുന്ന കർത്താവാണെന്ന് ഇവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്ന്, അല്ലെങ്കിൽ ഈ സഹോദരൻ വ്യാപരിക്കുന്ന ദൈവകൃപ എന്ന്, ഈ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്ന്, അതെന്താണെന്ന് തിരിച്ചറിയണം എന്ന് കടന്നു വന്ന് ചോദിച്ചുകൊണ്ട് അടുത്തു വരുവാൻ, ഒരു ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അടുത്തു വരുവാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. തിരിച്ചറിയത്തക്ക നിലയിലാണ് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഉൾപ്പെടുത്ത് കത്തുന്നുവെങ്കിൽ അത് കാണത്തക്ക നിലയിൽ, അത് കണ്ട് അതിൽ നിന്ന് സംസാരിക്കുന്ന സംസാരം അതിന്റെ മോശം കേൾക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അവനെ പുറപ്പാടിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ഒരു ജനതയെ അല്ലെങ്കിൽ കരയുന്ന ജനതയെ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ സ്വന്തം പുറപ്പെടുവിക്കുവാൻ തന്നെ വേണം അല്ലെങ്കിൽ മോശയെ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം മോശയുടെ ജനനം വാഗ്ദത്ത പ്രകാരമാണ്. അല്ലെങ്കിൽ ഒരു ജനതയെ വിടുവിക്കുവാനാണ് ദൈവം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ 40 വർഷം അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം 40 വർഷം മരുഭൂമിയിൽ. എന്തുകൊണ്ടാണ് മോശെ മരുഭൂമി? അല്ലെങ്കിൽ സ്വന്തം അതിന്റെ ഒരു ടൈം പീരീഡ് ആയിരുന്നല്ലോ. അല്ലെങ്കിൽ സ്വന്തം എന്തുകൊണ്ടാണ് തന്റെ ജനത്തെ മരുഭൂമിയിലോട് നടത്തുവാൻ അല്ലെങ്കിൽ മുന്നമേ അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ നടന്ന് പരിശീലിക്കുവാൻ ഒരു കൃപ പ്രാപിപ്പാൻ മോശയെ അയച്ചെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം നാം കഷ്ടങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അനേക കഷ്ടങ്ങളിൽ അനേക വേദനകളിൽ അല്ലെങ്കിൽ കടന്നു എന്ന് ഞാൻ ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഈ കഷ്ടതയെന്നെ ഈ മരുഭൂമിയെ ഒടുക്കി കളഞ്ഞില്ലെന്ന് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്ന് അല്ലെങ്കിൽ സ്വന്തം മറ്റുള്ളവർക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജയത്തോടെ നയിപ്പാൻ, മറ്റു ജനതയെ നയിപ്പാൻ, അല്ലെങ്കിൽ മറ്റ് താണിരിക്കുന്നവരെ നയിപ്പാൻ, അല്ലെങ്കിൽ കുരുട്ടുകാരെ തുറപ്പാൻ, വ്യക്തന്മാരെ വിടിവിപ്പാൻ, അല്ലെങ്കിൽ അധികാരം നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ താങ്ങുവാൻ ബലപ്പെടുത്തുവാൻ അധികാരം നൽകുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ.
അല്ലെ ദൈവം അല്ലെ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി എല്ലാം അല്ലെ മുന്നമേ ആ കർത്താവിന്റെ കൈകളിൽ അല്ലെ ദൈവം മുന്നമേ അറിഞ്ഞാലെല്ലാം അല്ലെ നമ്മുടെ കഷ്ടതയോടെ കടന്നു പോകുന്നവരിൽ പൊന്നുപോലെ അത് പുറത്തു വരുവാനിടയാകും. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ അല്ലെ ദാഹിച്ചിരിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിസന്ധിയിരിക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് താങ്ങുവാൻ ശിശുത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകുകയാണ്. തന്റെ ശിഷ്യന്മാർക്ക് ദൈവം നൽകുന്ന തന്റെ മക്കൾക്ക് നൽകുന്ന അധികാരമാണത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റണം, സാരമില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. അത്രയും പറയുവാനുള്ള ഹല്ലേലൂയ ദൈവകൃപ നമ്മുടെ മേലുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ആശ്രയിച്ചു പോകാതെ നിൽക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയുവാൻ, അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ടത്, ദൈവം ശൂന്യതകളിൽ പ്രവർത്തിച്ചത്, ദൈവം ഒന്നുമില്ലെന്ന് തോന്നുന്നത് ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ തോന്നുന്ന സ്ഥാനത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തി വർദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ജീവൻ പ്രാപിക്കുവാനിടയാകും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തന്റെ പുരുഷാരത്തിന്റെ മുമ്പിൽ നിന്ന് അനേകർ മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് കർത്താവിനെ പിടിക്കുവാൻ ആളുകൾ കടന്നു വരുമ്പോൾ, തന്റെ സഹോദരന്മാർ വിശ്വസിക്കാതിരിക്കുമ്പോൾ, അങ്ങനെ കൊല്ലുവാൻ നോക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, ഒരു വശത്ത് ദൈവത്തെ അംഗീകരിക്കുന്ന അനുഭവങ്ങൾ നിൽക്കുമ്പോൾ ഒടുക്കിക്കളയുവാൻ നോക്കുന്ന സാഹചര്യത്തിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, സ്തോത്രം, എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അന്യം വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവന്റെ ജലനദികൾ ഒഴുകും. അപ്പൊ ആ സാഹചര്യം ഒന്ന് നമ്മള് കൊണ്ടുവരികയായിരുന്നു. ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ ഇത്രയും കാര്യങ്ങൾ ലോകത്തിൽ നടക്കുമ്പോൾ യേശു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ദിവസത്തിലെ മഹാപുരുഷാരം അവിടെ ഉണ്ട് ചുറ്റുവട്ടം, അവരുടെ മുമ്പിൽ മറിഞ്ഞിരുന്നിട്ടല്ല ഒരു പ്രസംഗം, അല്ലെങ്കിൽ കോട്ടുകോട് യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വന്ന് വിളിക്കുകയും യേശു ദൈവത്തിന്റെ ജീവജലത്തിന്റെ നദി നമ്മുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന് നിലവിളിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് പിതാവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ കരയുമ്പോൾ, ദോഷികളായ മക്കൾ നിങ്ങളുടെ അപ്പനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്നാണ് ദൈവം പറഞ്ഞത്. ഒരു ദാഹമുണ്ടെങ്കിൽ നമ്മെ നിറയ്ക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഒരു നദി പോലെ സ്തോത്രം, തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ഒരു നദി, സ്തോത്രം, അഭിഷേകത്തിന്റെ ഒരു നദി, അനേകർ കുടിക്കത്തക്ക നിലയിൽ, അനേകർ ആശ്വാസം കണ്ടെത്തക്ക നിലയിൽ, അനേകർക്ക് ആശ്വാസമായി നമ്മെ ഒരു ചാനലായി ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കുഞ്ഞിന് മരണം കാണണ്ടെന്ന് വിചാരിച്ച് ബാലൻ നിലവിളിച്ചു. നിലവിളി കേട്ട് ദൈവം ഒരു ഉറവയെ തുറന്നു. സ്തോത്രം, ഉറവ വറ്റിപ്പോകാത്ത ഒരു നേരം കുടിക്കാനുള്ള വെള്ളമല്ല ദൈവം തുറന്നത്. സ്തോത്രം, നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനെ ഒരു അനുഗ്രഹമാക്കണമേ, അനുഗ്രഹത്തിന്റെ ഒരു ചാനലാക്കണമേ. ഈ ദേശത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ ഒലിച്ചെടുപ്പാൻ, സ്തോത്രം, ഭക്തന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ദൈവമില്ലെന്ന് വെല്ലുവിളിക്കുന്ന ദൈവം ഒരു പ്രാർത്ഥിച്ചാലും മറുപടിയില്ലെന്ന് പറയുന്ന വിഷയത്തിന് നടുവിൽ സ്തോത്രം പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് കാര്യങ്ങളെന്ന് പറയുന്നവരുടെ നടുവിൽ സ്തോത്രം ഒരു ജീവജലത്തിന്റെ നദിയാൽ അവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ഉറവയായി അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അനേകരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നദിയുടെ ഒരു അനുഗ്രഹത്തിന്റെ ചാലായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ ഉപയോഗിക്കട്ടെ. ആരാഗ്രഹിക്കുന്നു സ്തോത്രം ഒരു അനുഗ്രഹത്തിന് പാതയിൽ തുറക്കണമേ കർത്താവേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒരു അനുഗ്രഹത്തിന്റെ ചാലായി ഉപയോഗിക്കണമേ, എന്നെ ഒരു അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം എന്ന് കർത്താവെ എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ സ്തോത്രം നമ്മളെ സ്തോത്രം ദൈവം നിറയ്ക്കുവാനിടയാകും. ഈ സ്തോത്രം ഏത് കാലത്തും സ്തോത്രം മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നാം എവിടെയായിരുന്നാലും സ്തോത്രം അഹരോന്റെ പടി തടുത്ത് പൂത്തതുപോലെ ലോകം മുഴുവൻ സ്തോത്രം ഒരു സാധ്യതയെ പടി കണ്ണിലെങ്കിലും സ്തോത്രം
സ്തോത്രം ആ വഴിയെ അല്ലെങ്കിൽ തിളർപ്പിച്ച് പൂപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉണങ്ങിയ അനുഭവങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പുഷ്ടി വെപ്പിക്കുവാൻ ശക്തിയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ച് ആത്മബലം പ്രാപിച്ച് ഫലം കായ്ക്കുവാൻ അവർ കടന്നുപോകുന്ന സ്ഥാനത്തെല്ലാം അനുഗ്രഹമായി തീരുവാൻ അവർ ദൈവിക ജ്ഞാനത്താൽ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവരുടെ പഠനകാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവർ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ നദിയാണ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവാണ് അവരെ ആറുമാറ്റുന്നവര് മാറ്റുന്നത്. അതാണ് നിത്യതയിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. Glory to God. Praise the Lord.